ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ് ആദ്യം തന്നെ കാണിക്കുന്നത് സുഭാഷ് ചേട്ടൻ നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു. സുഭാഷ് ചേട്ടാ ആ ജോൾസിന് എന്തോ പറഞ്ഞതിനാന്നോ വിഷമിച്ചിരിക്കുന്നേ? എന്റെ പൊന്നു സുഭാഷ് ചേട്ടാ, അവർക്കത് ജീവിതമാർഗ്ഗം, അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അത് ശരിയാ സുഭാഷ് ചേട്ടാ, ജീവിതത്തിൽ അത് ശരിയല്ല മറ്റേത് ശരിയല്ല എന്ന് പറഞ്ഞ് കാശി തൊട്ടാലെ പരിപാടിയായി. അതേ നികേഷ്, ഇതൊക്കെ വിശ്വസിച്ച് ഒരുപാട് പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ സുഭാഷ് ചേട്ടൻ പെടല്ലേ? അയാളുടെ ഉദ്ദേശം നമ്മളെ ഇമോഷനിൽ തകർക്കുക, പരിഹാരം ചോദിച്ച് അയാളുടെ അടുത്ത് എത്തിക്കുക. അതല്ല സുധീഷേ, നമ്മുടെ വീട്ടിലെ മുഴുവൻ കുഴപ്പത്തിന് ഞാനാ കാരണമെന്ന് എനിക്ക് തോന്നുക. ഒരു പക്ഷെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമായിരിക്കും. സുഭാഷ് ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ വരുന്നു, എടാ മരപ്പെട്ട, എടാ മണ്ടബുദ്ധി, ആരോ വന്ന് ആരുടെ കൂടെ എന്തോ വന്ന് പറഞ്ഞെന്ന് എഴുതി നീ വീട് വിട്ട് പോകാൻ പോകുന്നു. എല്ലാ എണ്ണ എണീറ്റ് പോ, ആവശ്യമില്ലാത്ത കാര്യത്തിന് സംസാരിക്കാൻ പോകുന്നു. ഹലോ, എന്താ കാര്യം? ഞങ്ങൾ ചോദിച്ചപ്പോൾ ജാതകം ഇല്ലെന്ന് പറഞ്ഞ, പിന്നെ എങ്ങനെ ഇപ്പം വന്ന് ജാതകം? ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞാ, പിന്നെയും ചോദിച്ച് എന്നെ ബോറടിപ്പിക്കല്ലേ. അല്ലാതെ മനഃപൂർവ്വം തരാതിരുന്നതല്ല. എടാ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ എൻ്റെ മെക്കിട്ട് കയറുന്ന ഉള്ളതാണ്. ഇനി ആ പരിപാടി എൻ്റെ അടുത്ത് വേണ്ട. ഒന്ന് പാടാ സുഭാഷ് ഏട്ടാ, അയാൾ പറഞ്ഞ കാര്യം ഇനി തലയിലിട്ടുകൊണ്ട് നടക്കല്ലേ സുഭാഷ് ഏട്ടാ. ആ പറഞ്ഞത് ശരിയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തോർക്കാനാ? എന്ത് ശരി? അങ്ങനെ ഒരു ദോഷമൊന്നുമില്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്നും പറയണ്ട. ജാതകം പുതിയതായിട്ട് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടെന്നല്ലേ? അതിന്റെ ഫലം പറഞ്ഞപ്പോൾ വിശ്വാസം പോയാൽ എങ്ങനെയാ? അത് അങ്ങനെയല്ല ഏട്ടാ, അയാൾ പറഞ്ഞതെല്ലാം കറക്റ്റാ. ഈ വീട്ടിൽ സ്ത്രീകൾ വാഴാത്തത് ഞാൻ കാരണം തന്നെയാ. നമ്മുടെ അമ്മ ആദ്യം പോയി, നമ്മുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച ആളും പോയി. നോക്കുന്നതെല്ലാം ശരിയല്ലേ? അപ്പോൾ ഞാൻ കഴിയുന്നില്ലേ സുഭാഷ് ഏട്ടാ? ആ ശരിയാ, നിധി കഴിയുന്നുണ്ടല്ലോ, അതൊരു കള്ളക്കല്യാണമെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം കൂടെ ഇല്ലാതാവണ്ട. അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ. ഇങ്ങനെ ഒരാൾ എൻ്റെ അച്ഛനോട് വാഹനദോഷം ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ കുറേ നാൾ വാഹനം ഓടിക്കാതിരുന്നു. നിവർത്തിയില്ലാതെ വന്നപ്പോൾ വാഹനം എടുത്ത് ഓടിച്ചു. ഇന്നേ വരെ ഒരു കുഴപ്പവും ഇല്ല. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. അതെ, ഏത് ജോൾസിന് എന്ത് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല. സുഭാഷ് ഏട്ടൻ്റെ കൂടെ നമ്മളിങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉണ്ടപ്പോൾ സുഭാഷ് ഏട്ടൻ എന്തിനാ പേടിക്കുന്നേ? സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വിഷമിക്കില്ലേ? കണ്ടിട്ട് സഹിക്കുന്നില്ല സുഭാഷ് ഏട്ടാ. ഇതിനെല്ലാം കാരണം ഞാനാണ്. അവർ ജാതകം നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതില്ലാതെ ആവണ്ട, കുഴപ്പമാവണ്ട എന്ന് കരുതിയാണ്. അവർ ഇത്രയും അന്ധവിശ്വാസികളാണെന്ന് ഞാൻ കരുതിയില്ല. ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രൊസീഡ് ചെയ്യത്തില്ലായിരുന്നു. സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിക്കുന്ന 3 പേരും. പിന്നെ കാണിക്കുന്ന നിധിയെ അച്ഛനാണ്. നീ ഉറങ്ങിയില്ലേ? സുഭാഷ് ഏട്ടന് വലിയ ഹാർട്ടായിട്ടുണ്ട് തോന്നുന്നു. നീ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചാൽ നീ അതിനുള്ള ഉത്തരം പറയണം. അല്ലാതെ നിന്റെ ചേട്ടന് ഹാർട്ടായിട്ടുണ്ടെന്നല്ല പറയേണ്ടത്. ഈ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നു? ഈ വീട്ടിൽ അതിനുവേണ്ടി പ്രശ്നം എന്താ? ആരെയും കൊന്നോ? ആരെയും ചത്തോ? ചാവുന്ന മാത്രമാണോ പ്രശ്നം? ചാവുന്നതും വിഷയമുള്ളതല്ല. വെറുതെ ഓരോന്ന് പറയല്ലേ. സുഭാഷ് ചേട്ടൻ്റെ ജാതകദോഷം കൊണ്ടാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് ആ പാവം വിചാരിക്കുന്നത്. ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ നിങ്ങളെപ്പോലെ അന്ധവിശ്വാസി അല്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടുകളഞ്ഞു. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കുഴപ്പത്തിനും എന്താ കാരണമെന്നറിയാമോ? എന്താ? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാ. എൻ്റെയോ? സമ്മതിച്ചു. ഞാൻ നികേഷിൻ്റെ അമ്മയെ ഞാൻ അന്ന് കണ്ടതാ. നിനക്ക് 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ പുതുക്കണോ? ഞാൻ അന്ന് റോഡിൽ വെച്ച് കണ്ടതാ. നീ ആരെയോ കണ്ടതിന് ഞാൻ എന്ത് വേണം? ഞാൻ അവരെപ്പറ്റി ചോദിച്ചപ്പോഴേ അച്ഛൻ എന്തോ മറയ്ക്കുന്നുണ്ട്. അത് കണ്ടാലേ അറിയാം. കുട്ടി, നീ ഈ കെട്ടിടം പണി ജോലി നിർത്തിയിട്ടേ പോലീസിൽ ചേരാൻ നോക്ക്. ഈ പരിസരത്തങ്ങനെ അവരിവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരാനാ. സ്ത്രീകൾ വാഴാത്ത വീടെന്നുള്ള പേരുദോഷവും മാറിക്കിട്ടും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ വീട്ടിലെ പേരുദോഷം മാറാനാണോ നീ തക്കലേന്ന് ഇവിടെ വരെ വന്നേ? മനുഷ്യനെ മെനക്കെടുത്താനേ ഓരോന്ന് പറഞ്ഞു വരും. അത് വിട്. പിന്നെ സുധീഷ് വരുന്നു. എന്തിനാ ഇവിടെ കൊതുകടി കൊണ്ടോണ്ടിരിക്കുന്നത്? നിങ്ങൾ സുഭാഷ് ഏട്ടനെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. സുഭാഷ് ഏട്ടൻ ജോത്സ്യം പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കും. എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്ന എനിക്ക് പേടി. എന്ത് കുഴപ്പം? അറിയില്ല. സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. സുഭാഷ് ഏട്ടന് ചെറിയ കാര്യം മതി സങ്കടപ്പെടാൻ. ഒന്ന് ഉറക്കം എണീക്കുമ്പോഴേ അത് ശരിയാവും. ഇന്ന് രാത്രി കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. താൻ പോയി കിടക്കാൻ നോക്ക്. നിധി എണീറ്റ് പോകുന്നു. അച്ഛൻ പാടുന്നു. നിങ്ങളുടെ ഈ പാട്ട് നിർത്തിയാലേ ശരിയാവത്തുള്ളൂ. നിനക്ക് കലാഹൃദയം ഇല്ലാത്തതിന് ഞാനെന്ത് വേണം? എല്ലാ കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഈ പാട്ടും കേട്ടിരിക്കുന്നതാണോ നിങ്ങളുടെ കലാഹൃദയം? ഞാൻ എന്ത് കുഴപ്പം ഉണ്ടാക്കിയെന്നാ നീ പറയുന്നത്? നിങ്ങൾ ആ ജാതകം എടുത്തു കൊടുത്തതാ എല്ലാ കുഴപ്പത്തിനും കാരണം. 2 ജാതകം ഒരേപോലെ വന്നതിനാ സുഭാഷ് ഏട്ടന് വിഷമം. എടാ, കാശ് കൊടുത്ത് നീ ജാതകം എഴുതിപ്പിച്ചപ്പോഴേ നല്ലവണ്ണം എഴുതിപ്പിക്കാതെ നീയാണോ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നത്? എടാ, സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോടാ? ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ. എടാ, സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലയോ? അത്രയ്ക്കൊന്നും ഓക്കെ ആയിട്ടില്ല. ഞാൻ കുറേ തമാശ പറയാൻ നോക്കി. ഉള്ളിൽ ആ പേടിയൊന്നും മാറിയിട്ടില്ല. ജോത്സ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞോ? അതൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കറിയാമല്ലോ ഉള്ളിന്നത് പോയിട്ടില്ലെന്ന്. ഏട്ടാ ഉറങ്ങിയെന്ന് തോന്നുന്നു. അതല്ലേ ഞാൻ പറഞ്ഞേ. എന്നാലും ഒരു കണ്ണ് വേണം. ഉറങ്ങിയാൽ പിന്നെ രാവിലെ അല്ലേ എണീക്കുന്നു? അതല്ലേ പതിവ്. എടാ ഹരീഷേ, നമുക്ക് ആ ജോൾസിന് പോയി നല്ല തല്ല് തല്ലിയാലോ? അതുകൊണ്ട് എന്ത് കാര്യം? ശരിക്കും തല്ലണ്ടേ? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇങ്ങനെ ഒരു കള്ള ജാതകം എഴുതി അയാൾക്കാ കൊടുക്കണ്ടേ? നമ്മൾ പറഞ്ഞതെല്ലാം അങ്ങനെ ചിരിച്ച മുഖത്തോടെ കേട്ടിരുന്നട്ടെ. നമുക്ക് നല്ലൊരു പണിയാ തന്നത്. അയാൾക്ക് അതിനുള്ള പണി കിട്ടും. ഇനി അയാളെ തേടിയ ആരും വരാത്ത രീതിയിലാക്കിത്തരാം. ഇനി നമ്മുടെ സംസാരം കേട്ട് സുഭാഷ് ഏട്ടൻ ഉണരണ്ട. നമുക്ക് കിടക്കാം.
സുഭാഷ് ഏട്ടൻ കിടക്കേന്ന് എണീറ്റ് പോകുന്നു. പിന്നെ കാണിക്കുന്നത് രാവിലെയാണ്. നിധി അടുക്കളയിൽ നിന്ന് പറയുന്നു, ഈ വീട്ടിൽ ഒരു കൊള്ളാവുന്ന ഒരു പാത്രം പോലും ഇല്ല. എന്താ ഏട്ടത്തി, ഈ വീട്ടിൽ കൊള്ളാവുന്ന ഒരു പാത്രം പോലും ഇല്ല. ഇങ്ങനെയുള്ളിടത്താ സുഭാഷ് ഏട്ടൻ കടന്ന് കഷ്ടപ്പെടുന്നത്. സമയമാകുമ്പോൾ ഭക്ഷണം റെഡിയായെന്ന് മാത്രമല്ലേ ചോദിക്കത്തുള്ളൂ. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കത്തില്ലല്ലോ. എന്തായാലും ശമ്പളം കിട്ടുമ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചു. ഫുൾ സപ്പോർട്ട്. സുഭാഷ് ഏട്ടൻ എവിടെ? കാലത്തെണീറ്റ് ഇങ്ങോട്ട് വരണ്ടയാന്നല്ലോ. എവിടെ പോയി? ഞാൻ വരുമ്പോൾ ഹോളി കണ്ടില്ല. മുറി കാണുമെന്ന് കരുതി. ഞാൻ മുറിയിൽ നിന്നല്ലേ വരുന്നേ. അപ്പോൾ പിന്നെ എവിടെ പോയി? നീ ആ ഗ്ലാസ്സിഞ്ഞെടുത്തേ. എല്ലാവർക്കും ചായ ഒഴിച്ചുകൊണ്ട് വരുന്നു. ദാ ചായ. ഞാൻ ബ്രഷ് ചെയ്തിട്ട് കുടിച്ചോളാം. നല്ല ശീലങ്ങളൊക്കെ തുടങ്ങി. എന്ന് മുതൽ? ഡാ, സുഭാഷ് ഏട്ടൻ അവിടെ? രാവിലെ മുതലേ കാണുന്നില്ലല്ലോ. അത് വല്ല കടയിലങ്ങാനും പോയി കാണും. ഇത്ര രാവിലെയോ? ശരിയാ, ഇത്ര രാവിലെ പോകത്തില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഏട്ടത്തി എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? അല്ല, പറയാതെ പോവത്തില്ല. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താടാ? സുഭാഷ് ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അകത്ത് ചാർജർ കുത്തിക്കാണും. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. സുധീഷ് ഏട്ടാ, ഏട്ടത്തി എന്താ? ഡാ നോക്കിയേ. പ്രിയപ്പെട്ട അനിയന്മാർക്കും നിധിക്കും സുഭാഷ് ഏട്ടൻ എഴുതുന്ന, ഇത്രയും കാലം നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും കാലം അച്ഛൻ കാരണം ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടാത്തതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ രാശി കാരണമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാൻ കാരണം എൻ്റെ അനിയന്മാരുടെ ജീവിതം ഇല്ലാതാവില്ല. അവർ നന്നായിട്ട് ജീവിക്കണം. എൻ്റെ രാശിദോഷം കാരണം നിധി കൂടി അവിടുന്ന് പോവല്ലേ. അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ ഈ വീട്ടിലുണ്ടാവണം. എൻ്റെ അനിയന്മാർ കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. ഇതെല്ലാം ഞാൻ ആ വീട്ടിൽ ഇല്ലെങ്കിലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചത്. ഇങ്ങനൊരു തീരുമാനം എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വേറൊരു വഴിയുമില്ല. ഞാൻ എവിടെയായാലും നിങ്ങളോടൊപ്പം എൻ്റെ മനസ്സ് കാണും. നിങ്ങളുടെ നല്ലതിനാണ് ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നത്. എന്നെ ആരും അന്വേഷിക്കണ്ട. സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും പോവില്ല. എടാ ഹരീഷ്, ഇതിന് മാത്രം പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? സുഭാഷ് ഏട്ടന് വലുതായിട്ട് ഹേർട്ടായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ വല്ല പ്രശ്നവും വരാൻ പോകുന്നെന്ന്. ഒരു രാത്രി ഉറക്കമൊഴിച്ചിട്ട് നിങ്ങൾക്ക് സുഭാഷ് ഏട്ടനെ നോക്കാൻ പറ്റത്തില്ലയോ? നമ്മൾ സംസാരിച്ച ശേഷം വന്നിട്ടേ സുഭാഷ് ഏട്ടൻ നല്ല ഉറക്കമായിരുന്നു. അത് കൺഫേം ആക്കിയിട്ടാണ് ഞാൻ കിടന്നേ. മതി, ഒന്ന് നിർത്ത്. ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായെന്ന് ഉറക്കമുളച്ച് കാത്തിരുന്നേനെ സുഭാഷ് ഏട്ടൻ. സുഭാഷ് ഏട്ടന് നിങ്ങൾ മൂന്നുപേരെ ലോകം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. നടന്നു തോർത്ത് എനിക്ക് ഉറക്കം വന്നില്ലായിരുന്നു. കാലത്ത് 5 മണിക്ക് എണീറ്റതാ. അപ്പോഴും സുഭാഷ് ഏട്ടനെ കാണുന്നില്ലായിരുന്നു. അച്ഛൻ വരുന്നു. എന്തു പറ്റി? സുഭാഷ് ഏട്ടനെ കാണുന്നില്ലേ? ഇനി എന്നെ അന്വേഷിക്കേണ്ടെന്ന് ലെറ്റർ എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നത്. ഇങ്ങ് വന്നേ. അച്ഛൻ പുറത്തല്ലായിരുന്നു. സുഭാഷ് ഏട്ടൻ പോകുന്നത് കണ്ടില്ലേ? ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്നാൽ എവിടെ പോയെന്ന് പോയി അന്വേഷിക്കെല്ലാവരും. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. സുധീഷെ ആലോചിച്ച് നിൽക്കാതെ പോവാൻ നോക്ക്. എന്നാൽ പിന്നെ ഞാനിവിടെ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.